ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് മനസ്സിലാക്കി. അതിൻ്റെ ആൾജിബ്ര, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഈ 3 ബേസിക് ഓപ്പറേഷൻസ് പറഞ്ഞു. അതിൽ തന്നെ ഹോൾ സ്ക്വയർ കാണാനും ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാനും എല്ലാം പഠിച്ചു. ഇനി 4ാമത്തെ ഓപ്പറേഷനിലേക്ക് വരികയാണ്. ഡിവിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. 2 കോംപ്ലക്സ് നമ്പറുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്നുള്ളത് നോക്കൂ. അതിന് മുമ്പ് ഒരു റിസൾട്ട് പഠിക്കേണ്ടതുണ്ട് നിങ്ങൾ. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന പോലെ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി, എ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന പോലെ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ബി സ്ക്വയർ. ഇനി കാണണേ, ദാറ്റ്സ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ സ്ക്വയർ? -1. അപ്പോൾ ഉള്ള മൈനസ് എന്താവും കുട്ടികളെ? പ്ലസ് ആവും, ബി സ്ക്വയർ. അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എങ്ങനെയാണ് പ്ലസ് ആയത് കേൾക്കണം. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആ മൈനസാണ് ഇവിടെ ഉള്ള മൈനസിന് എന്താക്കുന്നത്? പ്ലസ് ആക്കുന്നത്. ഇതിന് 1-2 എക്സാമ്പിൾ എഴുതാം. നമ്മൾ നോക്കിക്കോ. 2 + 3i ഇൻറ്റു 2 - 3i ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഐ സ്ക്വയർ എന്നൊന്നും എഴുതണ്ട. എളുപ്പത്തിൽ നേരിട്ട് എഴുതാം. 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈ ഫോമിൽ വെച്ച്. പിന്നെ അവിടെ ഐ കാണരുത് കേട്ടോ. ആ ഐയുടെ സ്ക്വയറാണ് മൈനസിനെ പ്ലസ് ആക്കി. അപ്പോൾ പിന്നെ അവിടെ എയും ബിയും മാത്രം മതി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 4 + 9 13. അനദർ വൺ 1 + √3i into 1 minus √3i. That's equal to 1 square plus √3 square. 1 square that is 1, √3 square 3, 1 plus 3 that's equal to 4. ശരിയല്ലേ? 1 plus I into 1 minus I is equal to 1 square plus 1 square. 1 plus 1 is equal to 2. ഇവിടെ ശ്രദ്ധിക്കണം. 1 plus I into 1 minus I is equal to 1 square plus I square എന്നല്ല പറയേണ്ടത്. പിന്നെ 1 square plus 1 square, ഐയുടെ കൂടുള്ള സംഖ്യ എന്താണോ അതിൻ്റെ സ്ക്വയർ. 2 square plus 3 square, 1 square plus √3 square, 1 square plus ഐയുടെ കൂടുള്ള സംഖ്യ 1 ആണ്. 1 square plus 1 square. ഓക്കെ, അനദർ വൺ 2 plus I into 2 minus I, 2 square plus 1 square, 4 plus 1 is equal to 5. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണിത്. വായിച്ചേ. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. 2 + 3i into 2 - 3i is equal to 2 square plus 3 square. 1 plus I into 1 minus I is equal to 1 square plus 1 square. മനസ്സിലായല്ലോ കാര്യം? ഈ ഫോർമുല നന്നായിട്ട് അറിയണം ഡിവിഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ടോപ്പിക്ക് പഠിക്കാൻ. നോക്കാം നമുക്ക്. നോക്കൂ, എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ. ഞാനിവിടെ ഒരു ചോദ്യം എഴുതാം. എക്സ്പ്രസ് ദ ഫോളോവിങ് ഇൻ ദ ഫോം എ പ്ലസ് ഐ ബി. തന്നതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ ആക്കിയിട്ട് മാറ്റണം. ക്വസ്റ്റ്യൻ നമ്പർ 1, 2 + 3i by 1 - 2i. 2 + 3i എന്ന കോംപ്ലക്സ് നമ്പറിനെ 1 - 2i എന്ന കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സത്യത്തിൽ നമുക്കതിനെ ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ ആക്കി മാറ്റില്ലേ വേണ്ടത്. എന്ന് വെച്ചാൽ ഈ ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് നമ്പർ അങ്ങ് ഇല്ലാതാവണം. ഡിനോമിനേറ്ററിൽ ഐ ഇല്ലാതാവണം. അതിനുള്ള മാർഗം കണ്ടോ. ദാറ്റ്സ് ഈക്വൽ ടു 2 + 3i by 1 - 2i. ഇതല്ലേ അവിടെ ഉള്ളത്.
ഈ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് വാട്ട് ഈസ് എ കോൺജുഗേറ്റ് ഓഫ് 1 മൈനസ് 2i 1 പ്ലസ് 2i അതുകൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ന്യൂമറേറ്റർ സാധാരണ പോലെ എക്സ്പാൻഡ് ചെയ്യാം. 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 2i 4i, 3i ഇൻറ്റു 1 3i, 3i ഇൻറ്റു 2i 6i സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2i ഇൻറ്റു 1 പ്ലസ് 2i നമ്മളിപ്പോൾ പഠിച്ചില്ലേ, എ മൈനസ് ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 പ്ലസ് 2i ഇൻറ്റു 1 മൈനസ് 2i 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അതാണ് നേരത്തെ ആ ഫോർമുല പഠിപ്പിച്ചേ. ഇനി സിംപ്ലിഫൈ ചെയ്യാം. 4i പ്ലസ് 3i 7i. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ സ്ക്വയർ? -1. അപ്പോൾ 6 ഇൻറ്റു -1 -6. 6i സ്ക്വയർ എന്തായിട്ട് മാറും? -6 ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 1 പ്ലസ് 4 ദാറ്റ് ഈസ് 5. ഇനി ന്യൂമറേറ്റർ 2 മൈനസ് 6 ദാറ്റ് ഈസ് -4 പ്ലസ് 7i ഡിവൈഡഡ് ബൈ 5 എന്നുള്ളതിനെ വേറെ വേറെ എഴുതുക. അതെന്തിനാ വേറെ വേറെ എഴുതിയത്? എ പ്ലസ് ഐ ബി എന്ന രൂപത്തിലാവാൻ. എ പ്ലസ് ഐ ബി വാട്ട് ഈസ് ഇറ്റ്സ് റിയൽ പാർട്ട്? -4/5. ഇമാജിനറി പാർട്ട് 7/5. അപ്പോൾ തന്നതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ ആക്കി മാറ്റി എ പ്ലസ് ഐ ബി എന്ന രൂപത്തിലേക്ക് എത്തിച്ചു. ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന് മറ്റൊരു കോംപ്ലക്സ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണോ ഡിനോമിനേറ്ററിലുള്ളത് അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിലുള്ളത് 1 മൈനസ് 2i ആണ്, അതിൻ്റെ കോൺജുഗേറ്റ് 1 പ്ലസ് 2i ആണ്. അതുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്റർ സാധാരണ പോലെ സിംപ്ലിഫൈ ചെയ്യുക. ഡിനോമിനേറ്റർ എളുപ്പത്തിൽ പറയാം എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന രൂപത്തിൽ. ഓക്കെ, ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ നമ്പർ 2. 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ. നോക്കൂ, എന്താ ഇവിടെ ഡിനോമിനേറ്ററിലുള്ളത്? 1 മൈനസ് ഐ. എന്താണ് 1 മൈനസ് ഐയുടെ കോൺജുഗേറ്റ്? 1 പ്ലസ് ഐ. ആ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴേ ഇതിൻ്റെ ന്യൂമറേറ്റർ കാണണേ 1 പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ഒരു കോംപ്ലക്സ് നമ്പറിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്വയർ കിട്ടും. എന്നാൽ ഡിനോമിനേറ്ററോ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ശരിയല്ലേ? ഇനി നമ്മൾ പഠിച്ച മറ്റൊരു റിസൾട്ട് എന്താണ്? 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് റിസൾട്ടായിട്ട് പഠിപ്പിച്ചു. 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2i ബൈ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 പ്ലസ് 1 2. അപ്പോൾ ആ 2 2 ക്യാൻസൽ ചെയ്യില്ലേ? ദാറ്റ്സ് ഈക്വൽ ടു ഐ. ഇതൊരു റിസൾട്ടായിട്ട് പഠിച്ചോ. എന്ത്? 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഈസ് ഈക്വൽ ടു ഐ എന്നുള്ളത്. ഏതുപോലെ 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2i നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? അതുപോലെ ഓർത്ത് വെക്കേണ്ട പഠിച്ച് വെക്കേണ്ട ഒരു റിസൾട്ടാണ് 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഈസ് ഈക്വൽ ടു ഐ. ഓക്കെ, എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ തരാം. ഈ ചെയ്ത പോലെ അതൊന്ന് ചെയ്തു കൊണ്ടുവരാം നമുക്ക്. ശരിക്കും ഇവിടെ വെച്ച് തന്നെ പറയാം. ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇതും റെസിപ്രോക്കലാവും. 1/i ആവും, -i വരും. നമുക്ക് വേണ്ട, അത് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടൊന്ന് പഠിക്കാം. നോക്ക്, 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ. എന്താ ഡിനോമിനേറ്ററിലുള്ളത്? 1 പ്ലസ് ഐ. എന്താ അതിൻ്റെ കോൺജുഗേറ്റ്? 1 മൈനസ് ഐ. ആ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണോ ഡിനോമിനേറ്ററിലുള്ളത് അതിൻ്റെ കോൺജുഗേറ്റായ 1 മൈനസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ന്യൂമറേറ്റർ 1 മൈനസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ
ഡിനോമിനേറ്റർ 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി പറ, കഴിഞ്ഞ ദിവസം പഠിച്ചു 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2i എന്ന പോലെ നമ്മൾ പഠിച്ചു 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 2i. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുള്ള റിസൾട്ടുകളാണ്. ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താണ് 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ? മൈനസ് 2i ബൈ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 പ്ലസ് 1 2. അപ്പോൾ ആ 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ മൈനസ് ഐ. അതാണ് 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ. ഇതൊരു റിസൾട്ടായിട്ട് പഠിച്ചോ. ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ന്യൂമറേറ്ററിൽ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഐ, ന്യൂമറേറ്ററിൽ മൈനസ് ആണെങ്കിൽ മൈനസ് ഐ. പറഞ്ഞ് 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഈസ് ഈക്വൽ ടു ഐ. 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഐ. ഒരിക്കൽ കൂടെ 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഈസ് ഈക്വൽ ടു ഐ. 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഐ. ഓക്കെ, ശരി. അത് അങ്ങനെ റിസൾട്ടായിട്ട് പഠിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം മനസ്സിലാക്കി തരുന്നൊരു ക്വസ്റ്റ്യൻ തരാം. NCERT ടെക്സ്റ്റിലുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് the least positive integral value of n such that 1 plus I by 1 minus I whole raised to n is equal to 1. നോക്കൂ, ഈ കാണുന്നതിൻ്റെ വാല്യൂ 1 ആവണം. അങ്ങനെ 1 ആവണമെങ്കിൽ എന്നിന് കൊടുക്കേണ്ട വാല്യൂ എന്ത് എന്നുള്ളതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്നിൻ്റെ വില എന്ത്? അങ്ങനെ എന്നിന് ഒരുപാട് വാല്യൂ ഉണ്ടെങ്കിൽ അതിലേറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ എന്ത്? ഫൈൻഡ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് എൻ സച്ച് ദാറ്റ് 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഹോൾ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു 1. നോക്കാം, നമ്മൾ പഠിച്ചില്ലേ, വി നോ ദാറ്റ് 1 plus I by 1 minus I is equal to I. 1 plus I by 1 minus I is equal to I. അങ്ങനെയാണെങ്കിൽ therefore 1 plus I by 1 minus I whole raised to n is equal to I raised to n എന്നാണ്. അത് ഈക്വൽ ടു എന്താവണം? 1 ആവണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഹോൾ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു 1 ചോദ്യത്തിൽ തന്നതാ. ഈ 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ എന്നുള്ളിടത്ത് എന്തെഴുതാം? ഐ എന്ന് എഴുതാം. ഐ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു 1. പറ, ഐയുടെ പവർ എന്താവുമ്പോഴാണ് വാല്യൂ 1 ആവുക? 4 വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ല, 4ൻ്റെ മൾട്ടിപ്പിൾ ഏത് വന്നാലും ഐ റൈസ് ടു 4, ഐ റൈസ് ടു 8, ഐ റൈസ് ടു 12 എക്സെട്ര. ഇനി നെഗറ്റീവും വരാം, -4, -8, -16, -12 എക്സെട്ര. എന്ന് 4ൻ്റെ മൾട്ടിപ്പിൾ പോസിറ്റീവായിട്ട് വന്നാലും നെഗറ്റീവായിട്ട് വന്നാലും 4ൻ്റെ മൾട്ടിപ്പിളാണോ വാല്യൂ 1 ആണ് എങ്കിൽ അതിലേറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ ഏതാണ്? 4. അതിൻ്റെ താഴെ പിന്നെ 0 ആണ്. 0 പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ല. അപ്പം നമുക്ക് പറയാം ദ ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 4. ഐ റൈസ് ടു 4 1 ആണ്. ഐ റൈസ് ടു 4ൻ്റെ മൾട്ടിപ്പിൾ ഏത് വന്നാലും 1 ആണ്. അപ്പോൾ ഏറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ എൻ ഈസ് ഈക്വൽ ടു 4 ആണ്. ഇത് ഇത്ര എളുപ്പത്തിൽ പറയാൻ കഴിഞ്ഞ് എന്തുകൊണ്ടാണ്? ഇങ്ങനെ റിസൾട്ട് നമ്മൾ പഠിച്ചതുകൊണ്ടാണ്. 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഈസ് ഈക്വൽ ടു ഐ എന്ന്. അപ്പോൾ ഇത് ഐ റൈസ് ടു എൻ എന്നായിട്ട് മാറും. ഐയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിൾ വരുമ്പോഴാണ് വാല്യൂ 1 ആവുക. 2-3 വരിയിൽ ആൻസർ ആവും ഇങ്ങനെ റിസൾട്ട് അറിയുമെങ്കിൽ. ഓക്കെ, ശരി. ക്വസ്റ്റ്യൻ നമ്പർ 5. Express in the form a plus ib. Express 1 plus 2i into 3 minus I by 1 minus 3i in the form a plus ib. ഈ തന്നതിനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പറാക്കി മാറ്റാം.
ഈ തന്നതിനകത്ത് എത്ര കോംപ്ലക്സ് നമ്പർ ഉണ്ട് നോക്കിയേ, 1, 2, 3. ആ 3നെയും സിംപ്ലിഫൈ ചെയ്ത് ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ ആവണം. എന്താ അതിനുള്ള മാർഗം നോക്കാം നമുക്ക്. ആദ്യം ആ തന്നത് ഇവിടെ നിന്ന് എഴുതാൻ ഞാൻ 1 + 2i × 3 - i / 1 - 3i ഈസ് ഈക്വൽ ടു, ആദ്യം ഈ ന്യൂമറേറ്റർ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ രണ്ടെണ്ണം എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ ഒന്നായിട്ട് മാറൂലേ? എന്നാ പറ, 1 × 3 3, 1 × -i -i, 2i × 3 6i, 2i × -i മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവും. 1 × 3 1 × -i, 2i × 3 6i, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 2 × i × i² ദാറ്റ്സ് ഈക്വൽ ടു 3 -i + 6i + 5i. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് i²? -1. അപ്പോൾ ഉള്ള മൈനസ് എന്തായിട്ട് മാറും കുട്ടികളെ? പ്ലസ് ആവും. i² -1 ആണ്. -2 × -1 + 2 ആവും. ദാറ്റ്സ് ഈക്വൽ ടു 3 + 2 5 + 5i / 1 - 3i. ഇപ്പോഴേ 3 ചുരുങ്ങി 2 ആയില്ലേ? ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം. എന്താ വേണ്ടേ? എന്താണോ ഡിനോമിനേറ്ററിലുള്ളത് 1 - 3i, അതിൻ്റെ കോൺജുഗേറ്റായ 1 + 3i കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യണം. പറയൂ. 5 × 1 5 × 3i, 5i × 1 5 × 3 15i × i i². 1 - 3i × 1 + 3i 1² + 3². അത് സിംപ്ലിഫൈ ചെയ്യാം. 15i + 5i 20i. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് i²? -1. അപ്പോൾ ഈ പ്ലസ് ഉള്ളത് എന്താവും? മൈനസ് ആവും. ബൈ 1 + 9 ദാറ്റ് ഈസ് 10. അത് സിംപ്ലിഫൈ ചെയ്യാം. നോക്ക്, i² വാല്യൂ -1 ആണ്. പിന്നെ അവിടെ i ഉണ്ടാവില്ല. 5 - 15 -10 + 20i / 10. ആ /10 മാറി മാറി കൊടുത്ത് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് വേറെ വേറെ കൊടുക്കുക. അത് സിംപ്ലിഫൈ ചെയ്യാം. -1 20/10 2i. ഇപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ ആൻസർ ആയിട്ട് വന്നു. എക്സ്പ്രസ് ഇൻ ദ ഫോം a + ib. ചെയ്ത പ്രോസസ്സ് ഒന്നുകൂടെ കണ്ടോ. ന്യൂമറേറ്റർ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. 3 കോംപ്ലക്സ് നമ്പർ ഉള്ളത് 2 ആയിട്ട് ചുരുങ്ങി. അവിടെ ഡിനോമിനേറ്ററിൽ എന്തുണ്ടോ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്റർ സാധാരണ പോലെ സിംപ്ലിഫൈ ചെയ്തു. ഡിനോമിനേറ്റർ a + ib × a - ib a² + b² ആയി. അഥവാ 1 + 9 10 ആയി. അതിനെ വേറെ വേറെയാക്കി മാറ്റി എഴുതി. എളുപ്പമല്ലേ? ശരി. ക്വസ്റ്റ്യൻ നമ്പർ 6. ഫൈൻഡ് ദ multiplicative inverse of 4 - 3i. എന്താ കുട്ടികളെ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്? നോക്കൂ, 3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/3. കാരണം 3യും 1/3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുക. 2/3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 3/2. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആവും. എക്സിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/x. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, റെസിപ്രോക്കൽ എന്നർത്ഥം. അപ്പോൾ നമുക്ക് പറയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 4 - 3i ഈസ് ഈക്വൽ ടു 1/4 - 3i. നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. പക്ഷേ എടുത്തിട്ട് അവിടെ നിർത്തരുത്, അതിനെ സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെയാ പറഞ്ഞു? ഡിനോമിനേറ്ററിൽ 4 - 3i എന്നുള്ളത്,
അതിൻ്റെ കോൺജുഗേറ്റായ 4+3i കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ എന്തുണ്ടോ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്റർ അവിടെ നിൽക്കട്ടെ, 4+3i. ഡിനോമിനേറ്റർ a+ib into a-ib, a² plus b². That's equal to 4+3i by, what is 4² plus 3²? 16 plus 9, 25. ആ 25 വേറെ വേറെ കൊടുക്കുക. ഇതാണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കുക എന്ന അർത്ഥം. പക്ഷേ റെസിപ്രോക്കൽ എടുത്തിട്ട് അവിടെ നിർത്തരുത്, അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇങ്ങനെ ഏതിൻ്റെയും തരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം, ഇതിനൊന്ന് ജനറലൈസ് ചെയ്ത് പറയാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് a+ib. Multiplicative inverse is equal to one by a+ib. അല്ലേ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ അല്ലേ? ഡിനോമിനേറ്ററിലുള്ള a+ib-യുടെ കോൺജുഗേറ്റായ a-ib കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്റർ a+ib into a-ib, a² plus b². അതാണ് a+ib-യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നേരിട്ട് പറയാട്ടോ, ആ തന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് ബൈ a² plus b². ഫോർ എക്സാമ്പിൾ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 - 3i is equal to അതിൻ്റെ കോൺജുഗേറ്റ് 2 + 3i ബൈ 2² plus 3². അത്രയേ ഉള്ളൂ കാര്യം. ദാറ്റ്സ് ഈക്വൽ ടു 2 + 3i ബൈ 2² plus 3² 13. ആ ബൈ 13 വേറെ വേറെ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചു വെച്ചോ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് a+ib ഈസ് ഈക്വൽ ടു a-ib ബൈ a² plus b². ഓക്കെ, ഇനി അതല്ലാത്തൊരു കേസ് പറയാം, ഇങ്ങനെ ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ അല്ലാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 - 2i by 1 + 4i അല്ലെങ്കിൽ 4 + i. എന്താണ് ആ തന്നതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കലാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരെ അങ്ങ് മറിച്ചിട്ടോ, 4 + i by 3 - 2i. പക്ഷേ റെസിപ്രോക്കൽ എത്തിരി അവിടെ നിർത്തരുത്. നമ്മളെപ്പോഴും അതിൻ്റെ ഫൈനൽ ആൻസർ ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ ആക്കിയിട്ട് മാറ്റണം. അതിന് ഡിനോമിനേറ്ററിലുള്ള 3 - 2iയുടെ കോൺജുഗേറ്റായ 3 + 2i കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യാം. 4 × 3 plus 4 × 2i, I × 3, I × 2i by a-ib into a+ib, a² plus b². 12, 8i plus 3i, 11i. 2i² -2 ആവും. i² വാല്യൂ -1 ആണ്. by 9 plus 4, 13. That's equal to 12 - 2, 10. -11i by 13 വേറെ വേറെ എഴുതാം. അപ്പോൾ അതാണ് ഈ തന്ന എക്സ്പ്രഷൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ നേരെ റെസിപ്രോക്കൽ എടുക്കുക, എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമുക്ക് നേരിട്ട് പറയാം, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് a+ib ഈസ് ഈക്വൽ ടു a-ib by a² plus b². ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. ഇഫ് z1 is equal to 2 - i, z2 is equal to 1 plus i, find RE of z1 z2 by z1 conjugate. രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നു,
എന്നിട്ട് പറയാണ് ഫൈൻഡ് റിയൽ പാർട്ട് ഓഫ് z1 z2 by z1 കോൺജുഗേറ്റ്. എങ്ങനെ അത് ചെയ്യാം? ആദ്യം z1 z2 by z1 കോൺജുഗേറ്റ് എന്ന് സിംപ്ലിഫൈ ചെയ്യാം. അവിടെ വാല്യൂ കൊടുത്ത് പറഞ്ഞ വാട്ട് ഈസ് z1 2 minus i, z2 1 plus i by z1ൻ്റെ കോൺജുഗേറ്റ് 2 minus iയുടെ കോൺജുഗേറ്റ് 2 plus i, z1 z2 by z1 കോൺജുഗേറ്റ്. ഇതിന് സിംപ്ലിഫൈ ചെയ്യുക. അങ്ങനെ ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ ആക്കുക. അതിൻ്റെ റിയൽ പാർട്ട് എന്ത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ആ ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്ത് ആദ്യം 2 into 1 plus 2 into i minus i into 1 minus i into i minus i square by 2 plus i. That's equal to 2 plus 2i minus i. I സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ ഉള്ള മൈനസ് പ്ലസ് ആവും ബൈ 2 plus i. 2 plus 1 3 plus i by 2 plus i. അപ്പോൾ ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്തു. 2 plus 2i minus i minus i square. 2i minus i ആവും. i square -1 ആണ്. ഉള്ള മൈനസ് പ്ലസ് ആവും. 2 plus 1 3 plus i by 2 plus i. ഇപ്പോൾ 3 എന്നുള്ളത് 2 ആയില്ലേ. ഇനി ഡിനോമിനേറ്ററിലുള്ള 3 plus i by 2 plus i എന്ന ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ എക്സ്പാൻഡ് ചെയ്തോ 3 into 2 3 into minus i into 2 i into minus i by 2 plus i into 2 minus i 2 square plus 1 square. ഓക്കെ, ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യാം. -3i plus 2i minus i. i സ്ക്വയറിൻ്റെ വാല്യൂ -1 ആ. അപ്പോൾ ഉള്ള മൈനസ് പ്ലസ് ആവും ബൈ 4 plus 1 5. സിംപ്ലിഫൈ ചെയ്യാം. 6 plus 1 7 minus i by 5. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? 7 by 5 minus 1 by 5i. ഇപ്പോൾ ഇതൊരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ അല്ലേ. വാട്ട് ഈസ് ഇറ്റ്സ് റിയൽ പാർട്ട്? 7 by 5. ഇറ്റ്സ് ഇമാജിനറി പാർട്ട് -1 by 5. നമ്മളോട് എന്താ എഴുതാൻ പറഞ്ഞത്? റിയൽ പാർട്ട്. അപ്പോൾ ആൻസറായിട്ട് എഴുതാം റിയൽ പാർട്ട് ഓഫ് z1 z2 by z1 കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു 7 by 5. അതാണ് ആൻസർ. അപ്പോൾ z1ഉം z2ഉം തന്നു. z1 z2 by z1 കോൺജുഗേറ്റ് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിച്ചു. അതിൻ്റെ റിയൽ പാർട്ട് എടുത്തെഴുതി. ഇനി ഇമാജിനറി പാർട്ട് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എഴുതും ഇമാജിനറി പാർട്ട് ഈസ് -1 by 5. ക്ലിയർ അല്ലേ? -i by 5. ആ i അവിടെ മാറ്റി വെച്ച് -1 by 5. ദാറ്റ് ഈസ് എ ഇമാജിനറി പാർട്ട്. ഓക്കെ, ശരി. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇഫ് x plus iy is equal to a plus ib by a minus ib, prove that x square plus y square is equal to 1. ഇത് തന്നതാ, ഇതാണ് തെളിയിക്കേണ്ടത്. നോക്ക്, x plus iy is equal to a plus ib by a minus ib, ഇക്വേഷൻ നമ്പർ 1. അതിനെല്ലായിടത്തും കോൺജുഗേറ്റ് എടുത്തിട്ടെന്ന് പറഞ്ഞ് എക്സ് പ്ലസ് ഐ വൈയുടെ കോൺജുഗേറ്റ് എക്സ് മൈനസ് ഐ വൈ, എ പ്ലസ് ഐ ബിയുടെ കോൺജുഗേറ്റ് എ മൈനസ് ഐ വൈ, എ മൈനസ് ഐ ബിയുടെ കോൺജുഗേറ്റ് എ പ്ലസ് ഐ വൈ. അപ്പോൾ എല്ലായിടത്തും ഞാൻ എന്തെടുത്ത്? കോൺജുഗേറ്റ് എടുത്ത്. ഇനി ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. ഇനി റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യും. എ പ്ലസ് ഐ ബി ബൈ എ മൈനസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ബൈ എ പ്ലസ് ഐ ബി. ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു. വാട്ട് ഈസ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ? ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ശരിയല്ലേ?
ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇതാ എ പ്ലസ് ഐ ബി ക്യാൻസൽ ചെയ്ത് എ മൈനസ് ഐ ബി ക്യാൻസൽ ചെയ്ത് ഇതിൻ്റെ റെസിപ്രോക്കൽ അതും ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവിടെ 1. അതല്ലേ നിങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്ത് എല്ലായിടത്തും കോൺജുഗേറ്റ് എടുത്ത് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി ആ 1ഉം 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ആൻസറായി. ഇതേ മോഡലിൽ ചോദ്യം കൂടെ തന്നാലോ? നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. If x minus iy is equal to root of a minus ib by c minus id, prove that x square plus y square whole square is equal to a square plus b square by c square plus d square. ചോദ്യം ഒന്ന് വായിച്ചേ. If x minus iy is equal to root of a minus ib by c minus id, prove that x square plus y square whole square is equal to a square plus b square by c square plus d square. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഈ തന്നതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. റൂട്ട് ഓഫ് വേണമെങ്കിൽ നമുക്ക് അവിടെ എഴുതുമ്പോൾ ഒന്നോട്ടെ. ഇത് ഇക്വേഷൻ നമ്പർ 1. എല്ലായിടത്തും കോൺജുഗേറ്റ് എടുത്തിട്ട് പറഞ്ഞ് എക്സ് പ്ലസ് ഐ വൈ ലെഫ്റ്റ് സൈഡിൻ്റെ കോൺജുഗേറ്റ്. ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടേമും കോൺജുഗേറ്റ് എടുക്കുക. എ മൈനസ് ഐ ബിയുടെ കോൺജുഗേറ്റ് എ പ്ലസ് ഐ ബി, സി മൈനസ് ഐ ഡിയുടെ സി പ്ലസ് ഐ ഡി. അത് ഇക്വേഷൻ നമ്പർ 2. ആ 1ഉം 2ഉം തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ മതി. 10ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് അതേ മെത്തേഡ്. ലെഫ്റ്റ് സൈഡ് എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ. റൈറ്റ് സൈഡ് ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ. റൂട്ട് ഓഫ് ഒന്നിച്ചൊറ്റ റൂട്ടാക്കിയ മൾട്ടിപ്ലിക്കേഷനിൽ എ മൈനസ് ഐ ബി ബൈ സി മൈനസ് ഐ ഡി ഇൻറ്റു എ പ്ലസ് ഐ ബി ബൈ സി പ്ലസ് ഐ ഡി. രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി ഒറ്റ റൂട്ടിൻ്റെ ഉള്ളിലാക്കി. വാട്ട് ഈസ് എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. റൂട്ട് ഓഫ് വാട്ട് ഈസ് എ മൈനസ് ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സി മൈനസ് ഐ ഡി ഇൻറ്റു സി പ്ലസ് ഐ ഡി, സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ടിൻ്റെ ഉള്ളിൽ എ മൈനസ് ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സി മൈനസ് ഐ ഡി ഇൻറ്റു സി പ്ലസ് ഐ ഡി, സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. ഇനി ഒരു ചെറിയ കാര്യം കൂടെ, രണ്ട് സൈഡ് ഒന്നങ്ങ് സ്ക്വയർ ചെയ്യുക. ഇന്ന് ഈ റൂട്ടങ്ങ് ഒഴിവാകുകയും അപ്പോൾ ലെഫ്റ്റ് സൈഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. റൈറ്റ് സൈഡിൽ റൂട്ട് ഉണ്ടാവില്ല. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. ഇതല്ലേ നമ്മളുടെ ആൻസർ? നോക്ക്, കിട്ടിയില്ലേ? അപ്പോൾ എങ്ങനെയാണോ 10ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് അതേ മെത്തേഡിൽ ഈ തന്നതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്ത് എല്ലായിടത്തും കോൺജുഗേറ്റ് എടുത്ത് ഇക്വേഷൻ നമ്പർ 2 എന്നാക്കി ആ 1ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ലെഫ്റ്റ് സൈഡ് എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ രണ്ട് റൂട്ടും കൂടെ ചേർത്ത് ഒറ്റ റൂട്ടാക്കാം. എ മൈനസ് ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ സി മൈനസ് ഐ ഡി ഇൻറ്റു സി പ്ലസ് ഐ ഡി, സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആണ്. ഈ റൂട്ട് ഒഴിവാൻ രണ്ട് സൈഡ് ഒന്നും കൂടെ സ്ക്വയർ ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഹോൾ സ്ക്വയർ വരും, റൈറ്റ് സൈഡിൽ റൂട്ട് ഉണ്ടാവില്ല. അതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 12. If a plus ib into c plus id into e plus if into g plus ih is equal to capital letter A plus ib, prove that a square plus b square into c square plus d square into e square plus f square into g square plus h square ഈക്വൽ ടു capital letter A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് തന്നതാണ്, ഇത് കിട്ടേണ്ടതാണ്. നോക്കൂല്ലേ, ഈ ചോദ്യത്തിനും ഈ ഉത്തരത്തിനിടയ്ക്ക് ആകെ ഒരു വരിയെ എനിക്ക് എഴുതാനുള്ളൂ. അത് ഞാൻ ഈ തന്നത് എഴുതാം. എ പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡി ഇൻറ്റു ഇ പ്ലസ് ഐ എഫ് ഇൻറ്റു ജി പ്ലസ് ഐ എച്ച് ഈസ് ഈക്വൽ ടു capital letter A പ്ലസ് ഐ ബി. ഇക്വേഷൻ നമ്പർ 1. എല്ലായിടത്തും കോൺജുഗേറ്റ് എടുത്തിട്ട് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. എല്ലായിടത്തും കോൺജുഗേറ്റ് എടുക്കുക. എ മൈനസ് ഐ ബി ഇൻറ്റു സി മൈനസ് ഐ ഡി ഇൻറ്റു
E minus IF into G minus IH is equal to A minus IB. ഇത് രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 1 into 2 കാരണം എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ. സി പ്ലസ് ഐ ഡി ഇൻറ്റു സി മൈനസ് ഐ ഡി സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ അല്ലേ. 1ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നത്. ഇ പ്ലസ് ഐ എഫ് ഇൻറ്റു ഇ മൈനസ് ഐ എഫ് ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ. ജി പ്ലസ് ഐ എച്ച് ഇൻറ്റു ജി മൈനസ് ഐ എച്ച് ജി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. റൈറ്റ് സൈഡ് ക്യാപിറ്റൽ ലെറ്റർ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതല്ലേ തെളിയിക്കണം എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. നോക്കൂ, ഈ തന്നതിനും കിട്ടേണ്ട ആൻസറിനിടയ്ക്ക് ഞാനാകെ ഒരു വരി എഴുതിയിട്ടുള്ളൂ. ആ തന്നതിൻ്റെ കോൺജുഗേറ്റ് എടുത്തു. ആ തന്നത് ഇക്വേഷൻ നമ്പർ 1ഉം കോൺജുഗേറ്റ് എടുത്ത് ഇക്വേഷൻ നമ്പർ 2 ആണ്. 1ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സി പ്ലസ് ഐ ഡി ഇൻറ്റു സി മൈനസ് ഐ ഡി സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷന്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം മനസ്സിലാക്കി. നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഡിനോമിനേറ്ററിൽ എന്തുണ്ടോ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിനോമിനേറ്റർ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന ഫോമിൽ വരും. അത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാവും. ന്യൂമറേറ്റർ സാധാരണ പോലെ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ. പിന്നീട് പഠിച്ച് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ എടുക്കാൻ. വാട്ട് ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ പ്ലസ് ഐ ബി? എ മൈനസ് ഐ ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ആ തന്നതിൻ്റെ കോൺജുഗേറ്റ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. പിന്നീട് അതുപോലെ സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് 2 റിസൾട്ടുകൾ പറഞ്ഞു. 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഇസ് ഈക്വൽ ടു ഐ എന്ന പോലെ 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ ഇസ് ഈക്വൽ ടു മൈനസ് ഐ. ഇനി ഞാൻ കുറച്ച് പ്രോബ്ലം അസൈൻമെൻറ്റായിട്ട് തരാം, നിങ്ങൾ ചെയ്ത് നോക്കണം. അസൈൻമെൻറ്റ്: express in the form a plus ib. Question number 1: 4 plus I by 3 minus 2i. Question number 2: 1 minus I into 2 plus I by 3 minus 2i. Okay. Question number 2: find the conjugate of 3 minus 2i into 2 plus 3i divided by 1 plus 2i into 2 minus I. Question number 3: find the multiplicative inverse of 3 minus 4i. Question number 5: if z1 is equal to 1 minus I, z2 is equal to 2 plus I, find Im of z1 z2 by z2 conjugate. നേരത്തെ റിയൽ പാർട്ട് ചെയ്ത പോലെ ഇവിടെ ഇമാജിനറി പാർട്ട് ചെയ്യാൻ. ഇത്രയും പ്രോബ്ലം ഒന്ന് അസൈൻമെൻ്റായിട്ട് ചെയ്യാം. കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ ആക്കുക. ഇതിൻ്റെ കോൺജുഗേറ്റ് കാണാനാണ്. കോൺജുഗേറ്റ് കാണണമെങ്കിൽ ഇതിനെല്ലാറ്റിനും കോൺജുഗേറ്റ് അങ്ങ് എഴുതി വെച്ചാൽ പോരാ. ഒന്നുകിൽ ആദ്യം ഈ 4നെയും സിംപ്ലിഫൈ ചെയ്ത് ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ ആക്കുക. എന്നിട്ട് ആ ഫൈനൽ റിസൾട്ടിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക. ഇപ്പോൾ ഇവിടെ 4 കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്ററിൽ 1ഉം ഡിനോമിനേറ്ററിൽ 1ഉം ആവും. മൊത്തം 4ലുള്ള ചുരുങ്ങി 2 ആവും. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് വീണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഫൈനലി ഒരു സിംഗിൾ കോംപ്ലക്സ് നമ്പർ ആവും. അതിൻ്റെ എന്തെഴുതുക? കോൺജുഗേറ്റ് എഴുതുക. 3 മൈനസ് 4iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമുക്കറിയാം. 3 പ്ലസ് 4i ബൈ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. പിന്നെ
Z1ഉം Z2ഉം തന്നു. Z1 Z2/Z2 കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. ആ ഫൈനൽ റിസൾട്ടിൻ്റെ ഇമാജിനറി പാർട്ട് എന്താണോ അത് മാത്രം എടുത്തെഴുതുക. ഓക്കെ, ശരി, ബാക്കി അടുത്ത ക്ലാസ്സിൽ.